ട്രഡീഷണൽ സ്കൂളും അതുപോലെ മോണ്ടിസോറി സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ പറയാൻ വേണ്ടി പറ്റും. അതിൽ പ്രധാനമായിട്ടുള്ളത് ട്രഡീഷണലിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ടീച്ചർ സെൻറ്റേർഡ് ആണ്. അതായത് ടീച്ചേഴ്സിന് ഡോമിനൻസി പവർ, ടീച്ചർ തീരുമാനിക്കും, അതേപോലെ മക്കൾ ചെയ്യുക. അവർ വന്നിട്ട് റോട്ട് ലേണിംഗ്, ബൈ ഹാർട്ട് പഠിക്കുക, എക്സാംസ് എഴുതുക. അതായത് തുടക്കം മുതൽ പരീക്ഷിക്കലാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. എന്നാൽ മോണ്ടിസോറി അങ്ങനെയല്ല. അവിടെ ചൈൽഡ് സെൻറ്റേർഡ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക. കുട്ടികൾക്ക് എന്താണോ താല്പര്യം അവർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വെൽ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്. രാവിലെ വരുന്നു, ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല, ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, ഹോംവർക്ക് സിസ്റ്റം, ഇങ്ങനത്തെ ഒരു പരിപാടി നമുക്കില്ല. ടെക്സ്റ്റ് ബുക്ക് ഇല്ല, നോട്ട് ബുക്ക് ഇല്ല. രാവിലെ വരാം, ഇഷ്ടപ്പെട്ട ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സിലബസ് ഉണ്ടാവില്ല. സിലബസുകളൊക്കെ അതിൻ്റെ പിറകിൽ നമ്മളാണ് വർക്ക് ചെയ്യുന്നുള്ളത്. പക്ഷെ കുട്ടികൾക്ക് മുന്നിൽ ഒരുപാട് ടോയ്സുകളാണുള്ളത്. അവർ രാവിലെ വന്നിട്ട് കളിക്കുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു. ഒരിക്കലും നാളെ ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയില്ല. കാരണം അത് പഠിക്കാനുണ്ടാ സമയത്ത് കുട്ടികൾ അങ്ങനെ ഒരു ഇത് വരാം. അവർക്ക് പഠിക്കല, അവർ കളിക്കാണ്. ശരിക്കും ഓരോ മെറ്റീരിയൽസിനും പിറകിലും കൃത്യമായ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് നമ്പർ പഠിക്കാനായിരിക്കാം, ഒന്ന് ക്വാണ്ടിറ്റിക്കായിരിക്കാം, ഒന്ന് പലതരത്തിലുള്ള സെൻസറി മോട്ടോ മെറ്റീരിയൽസിലൂടെ അവർ കാര്യങ്ങൾ പഠിക്കും. ഓരോ കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് ഹാൻഡ്സ് ഓൺ ലേണിംഗ്. എല്ലാ മെറ്റീരിയൽസിനകത്തും മൾട്ടി സെൻസറി, അതായത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ, കണ്ടും കേട്ടും അനുഭവിച്ചും തൊട്ടും അങ്ങനെ പല സെൻസുകളെ എൻഗേജ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ മെറ്റീരിയൽസും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമുക്കറിയാം ഇന്ന് പക്ക ഒരു മോണ്ടിസോറി സ്കൂളുകൾ വളരെ കുറവാണല്ലേ? അതിനെന്തായിരിക്കും കാരണം? നിങ്ങളുടെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറവാണ്. കുറയുന്നതിന് കാരണം മോണ്ടിസോറി എപ്പോഴും ഇത് എക്സ്പെൻസീവ് ആണ്. അതായത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. സോ ഇത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, അത്രയും എമൗണ്ട് നമ്മൾ ചിലവഴിക്കേണ്ടി വരും. അത് ചിലവഴിക്കുമ്പോൾ ഒബിയസ്ലി ഫീസ് ഹയർ ചെയ്യും. സോ പല പാരൻസിനും അവയർനെസ് ഉണ്ടാവില്ല എന്താണ് മോണ്ടിസോറി. അവർക്ക് അറിയില്ല. അവർ പണ്ടേ നമ്മളൊക്കെ ബുക്കും ബാഗും നോട്ട്ബുക്കും എടുത്ത് പഠിച്ച ആൾക്കാരാണ്. നമ്മളത് പ്രിഫർ ചെയ്ത് പോകുന്നു. ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ടാവുക ഒന്നുകൂടി എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്കാണ്. അവർ പൊതുവെ നമുക്ക് കൂടുതലും ഈ കുട്ടികൾക്ക് വരുന്നുണ്ടാവുന്നത് ടൗൺ ഏരിയ, ഒരുപാട് ഡോക്ടേഴ്സ്, ഹയർ അതോറിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും അവരെ മക്കളെ അവർ പറഞ്ഞയക്കുന്നത് കൂടുതലുണ്ടാവുക. അപ്പം നമുക്കത് ഓക്കെയാണ്. അല്ലാത്ത പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എക്സ്പെൻസിന് സാധിക്കുന്നുണ്ടാവില്ല. അത്രയും ഫീസ് വേണം. അതേപോലെ ഒരു ട്രഡീഷൻ്റെ അകത്തേക്ക് നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒരു ടീച്ചറാണ്. എന്നാൽ മോണ്ടിസോറിക്ക് ഒരു കുട്ടി, അതായത് ഒരു ടീച്ചർ എന്ന് പറയുന്നത് 8 കുട്ടികൾക്കാണ് ഒരു ടീച്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് ഒരു ടീച്ചർ, അത്രയേ ഉള്ളൂ. അപ്പം ആ ടീച്ചർക്ക് ഓരോ കുട്ടിയിലേക്കും ഇൻഡിവിജ്വലി പോയി ശ്രദ്ധിക്കാം. പക്ഷെ അല്ലാത്ത പക്ഷേ ഇത് ഒരുപാട് കുട്ടികൾക്ക് ഒരു ടീച്ചർ മതി, അത്രയും നമ്മൾ സാലറി കൊടുക്കണ്ടു. ഇവിടെ നമ്മൾ കുട്ടികൾ കൂടുന്നതനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ എക്സ്പെൻസ് കൂടുകയാണ്. കുട്ടികൾക്കുള്ള പല സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കണം. ഇതേപോലെ മെറ്റീരിയൽ നമുക്കൊന്ന് പോരാ, ഒരൊറ്റ ഐറ്റം മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി വേണം. കാരണം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യല്ലേ. അപ്പോൾ ഒരു സമയത്ത് 2 പേർ ഒരേ സാധനം ആവശ്യപ്പെട്ടതിനാലും നമ്മൾ 2 പേർക്ക് അത് കൊടുക്കണം. നമുക്ക് അവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കൂടി വരും. അപ്പം ചില സ്ഥലങ്ങളിൽ അത് അപ്ലൈ ചെയ്യുമ്പം ഇത് ആപ്ലിക്കബിൾ ആവില്ല. പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക മാനേജ്മെൻറ്റും ചെയ്യുന്നത് മോണ്ടിസോറിയുടെ ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ബ്ലെൻഡഡ് സിസ്റ്റം ഫോളോ ചെയ്യും. അതെന്തായിരുന്നു? അതായത് മോണ്ടിസോറി ലാബ് സിസ്റ്റം ഉണ്ടാവും, ട്രഡീഷണൽ ക്ലാസ് റൂം ഉണ്ടാവും. പാരൻസ് പുറത്തുനിന്ന് നോക്കുമ്പോൾ മോണ്ടിസോറിയുടെ ഹൈപ്പ് കിട്ടും. പക്ഷെ അത് കാര്യമില്ലല്ലോ. കാര്യമില്ലായിരിക്കൊന്നുമല്ല. പക്ഷെ മോണ്ടിസോറിയുടെ അത്ര വരുന്നില്ലെങ്കിലും മോണ്ടിസോറി ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മളവിടെ ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് മോണ്ടിസോറി ടീച്ചേഴ്സിന് പ്രിഫറൻസ് കൂടുതൽ വരുന്നത്. ഏത് തരത്തിലുള്ള ഹയറിങ് നമ്മൾ നോക്കുകയാണെങ്കിലും അതിന് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കും മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പ്രിഫറബിൾ എന്നുള്ളത്. അത് നിങ്ങൾ കിൻഡർഗാർട്ടനിൽ പോയാലും മോണ്ടിസോറി പോയി കഴിഞ്ഞാലും ബ്രിട്ടീഷ് കരിക്കുലം ആണെങ്കിലും EYFS ആണെങ്കിലും എവിടെ ഇത് കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഈ മോണ്ടിസോറി ടീച്ചേഴ്സിന് പ്രീ സ്കൂളും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും, അതായത് ട്രഡീഷണലും പഠിപ്പിക്കാൻ വേണ്ടി പറ്റും, മോണ്ടിസോറിയും പറ്റും. മറ്റവർക്ക് അങ്ങനെ അല്ല. മോണ്ടിസോറിയെ പറ്റി അവർക്കൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ബോത്ത് ഒരുമിച്ചാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത്. സോ മക്കൾ ട്രഡീഷണൽ മെത്തേഡിലൂടെ പഠിക്കുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ അവരെ ലാബിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രസൻറ്റേഷൻസ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ്, അപ്പോൾ ആദ്യം അവർക്ക് കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് മോണ്ടിസോറി മെത്തേഡിലൂടെ പഠിച്ചിട്ട് ട്രഡീഷണലിലൂടെയും അത് കൊടുക്കുന്നു. ബോത്ത് ഒരുപോലെ ബ്ലെൻഡ് ചെയ്യുന്നു. അതാവുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറവാണ്, എന്നാലും ഉണ്ടാവില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുമ്പം ഇത്രയേ ഉള്ളൂ മോണ്ടിസോറി ഒബ്ജക്റ്റീവ്സിനെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു എന്നുള്ളത്. സോ വേൾഡ് വൈഡായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അത് എപ്പോഴും മോണ്ടിസോറിക്ക് തന്നെയാണ്. സോ മോണ്ടിസോറി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ.